വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി കോട്ടപ്പടിയിലും കൽപ്പറ്റയിലും ടൗൺഷിപ്പ് സ്ഥാപിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലുള്ളത് പ്രതീക്ഷിത കണക്ക് മാത്രമെന്നും മന്ത്രി പറഞ്ഞു. വയനാട് പുനരധിവാസത്തിന്റെ ഭാഗമായി കോട്ടപ്പടിയിലും കൽപ്പറ്റയിലും ടൗൺഷിപ്പ് സ്ഥാപിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ദുരന്തബാധിത മേഖലയിൽപ്പെട്ടവർ എടുത്ത വായ്പകളിലും മറ്റു സാമ്പത്തിക പ്രതിസന്ധികളിലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകുമെന്നും മന്ത്രി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുഞ്ചിരിമറ്റവും മുണ്ടക്കയും അട്ടാമലയും മനസ്സിൽ ഓണത്തിൻ്റെ കാലത്ത് നീറുന്ന വേദനയായിട്ട് നിൽക്കുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള ആകുലതകൾ നമ്മളെ വല്ലാതെ മതിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗസ്റ്റ് 24-ാം തീയതിയോടുകൂടി തന്നെ 17 ക്യാമ്പുകളും അവസാനിപ്പിച്ച് ബന്ധുവീടുകളിലേക്കോ താൽക്കാലിക വാടക വീടുകളിലേക്കോ ആളുകളെ മാറ്റാൻ കഴിഞ്ഞു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചെലവഴിച്ച കണക്കിൽ മാധ്യമങ്ങൾ നൽകുന്നത് വ്യാജവാർത്തയെന്ന് മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. ഹൈക്കോടതിയിൽ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിലുള്ളത് പ്രതീക്ഷിത കണക്ക് മാത്രമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു പോവുകയല്ല, ഇതിപ്പോൾ കേരളം കൊടുത്ത ഒരു ആൻറ്റിസിപ്പേറ്റഡ് കണക്ക്, പ്രതീക്ഷിക്കുന്ന ചെലവ്, അതും ഓഗസ്റ്റ് 9-ന് തയ്യാറാക്കിയ കണക്ക്, അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു. ആ യാഥാർത്ഥ്യം ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന എസ്റ്റിമേറ്റിനെ കുറിച്ച്, ഇതിലെല്ലാം മേ ബി എസ്റ്റിമേറ്റഡ് എമൗണ്ട്, നിങ്ങൾ ആക്ച്വൽസിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യാവുന്ന എമൗണ്ട്, ആക്ച്വൽസിൽ എഴുതിയപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ ഓഗസ്റ്റ് 17-ന് കേന്ദ്ര സർക്കാരിന് മുൻപാകെ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ അവതരിപ്പിച്ച കണക്കുകളുടെ ചില ഭാഗങ്ങൾ കോടതിയിൽ സമർപ്പിച്ച ചെലവുകയായി എങ്ങനെയാണ് മാറിയതെന്നും മന്ത്രി ചോദിച്ചു. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.